ഹായ് എവരിബഡി, ഞാൻ റുമറ്റോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് കുമാർ ഷെനായാണ്. കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഈ വീഡിയോയിൽ എൻ്റെ പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പല പേഷ്യൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഡോക്ടറെ ഇത്രയൊക്കെ മരുന്ന് എഴുതുന്നത്, ഇത്രയധികം മരുന്ന് ഞാൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ എഴുതുന്ന പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യം ഉണ്ടാകുന്നത് ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൂമാറ്റിക് ഡ്രഗ്സ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മിത്തോട്രക്സേറ്റ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, ലെഫ്ലുനമൈഡ് അല്ലെങ്കിൽ സൾഫസലസിൻ, പിന്നെ ടോഫസാറ്റിനിബ്, ഇതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. പിന്നെ ചില ആൾക്ക് മിത്തോട്രക്സേറ്റ് കഴിക്കുമ്പം ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുക, അപ്പോൾ അതിനുള്ള ഗുളിക അടുത്തത് എഴുതും. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് പാൻറ്റപ്രസോൾ അല്ലെങ്കിൽ റാബിപ്രസോൾ, ഇതൊക്കെയാണ് എഴുതുന്നത്. പിന്നെ സന്ധിവാതമുള്ള ആൾക്കാർക്ക് ആക്സിലേറ്റഡ് ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിൻ്റെ സാന്ദ്രത പെട്ടെന്ന് കുറഞ്ഞു വരുന്ന രോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴത്തെ ഒരു കാൽസ്യം വിത്ത് വിറ്റാമിൻ ഡി കോമ്പിനേഷൻ ഉണ്ടാവും. പിന്നെ വേദന വന്നാൽ തേക്കേണ്ട ഓയിൻമെൻറ്റ്, ദിവസേന 3 നേരം 2-3 ദിവസം തേക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൻമെൻറ്റ്. അതിനുശേഷം 3-ാമത്തെയോ 4-ാമത്തെ ദിവസം വേദന കുറഞ്ഞിട്ടില്ലെങ്കിൽ കഴിക്കേണ്ട വേദനയുടെ ഗുളിക ഉണ്ടാവും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു മാസത്തേക്ക് മാക്സിമം പരമാവധി 5 എണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഗുളികയുണ്ടാവും. പിന്നെ ചിലപ്പം തുടക്കത്തിലാണെങ്കിൽ ബ്രിഡ്ജ് സ്റ്റിറോയിഡ്സ് ഉണ്ടാവും. സ്റ്റിറോയിഡ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത്രയൊക്കെയാണ് എൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുക. ഈ പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്നുകളൊക്കെ മ്യൂച്വലി ഇൻക്ലൂസീവാണ്, എക്സ്ക്ലൂസീവ് അല്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ 10ഉം 20ഉം കൂട്ടിയാൽ 30, 30ഉം 30ഉം കൂട്ടിയാൽ 60, 60ഉം 40ഉം കൂട്ടിയാൽ 100. അപ്പം ഇതെല്ലാം കൂടിയാലേ 100% ആവുന്നുള്ളൂ, 100 ആവുന്നുള്ളൂ. അപ്പം അതിലേതെങ്കിലും ഒരു മരുന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ്റെ എഫിക്കസി ഒരു 80%-ലോ 85%-ലോ അല്ലെങ്കിൽ മാക്സിമം ഒരു 90%-ലോ 95%-ലോ നിൽക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈറ്റ് കൺട്രോൾ ഓഫ് ആർത്രൈറ്റിസ് ആണ്. അപ്പം പേഷ്യൻ്റ് ഈ മരുന്നൊക്കെ കഴിക്കണം. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു കോഴിക്കറി ആണെങ്കിൽ അതിൽ കോഴിക്കഷ്ണം ഉണ്ടാവും, ചെറിയ ഉള്ളി ഉണ്ടാവും, വലിയ ഉള്ളി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും, ഉരുളക്കിഴങ്ങ് ഉണ്ടാവും, തക്കാളി ഉണ്ടാവും, പച്ചമുളക് ഉണ്ടാവും, ഇഞ്ചി ഉണ്ടാവും, കുരുമുളക് ഉണ്ടാവും, ഉപ്പുണ്ടാവും, വെള്ളം ഉണ്ടാവും, മസാല ഉണ്ടാവും. ഇത്രയൊക്കെ ചേർന്നാലേ ഒരു കോഴിക്കറി ആവുള്ളൂ. അപ്പം ഈ കോഴിക്കറി ആവുന്നത് പോലെ ഇത്രയധികം പ്രിസ്ക്രിപ്ഷനിൽ ഉള്ള മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ പേഷ്യൻറ്റിന് ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പം പല പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇത്ര ഗുളിക വേണ്ട സാറേ, വേദനയുടെ ഗുളിക നിർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ ഫോൺ വരും, വേദന കൂടിയിട്ടുണ്ട് ഡോക്ടറെ എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയാണ് വേദന കൂടിയതെന്ന്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് വന്നു, അവിടെ ഞാൻ മരുന്ന് കഴിക്കാൻ മറന്നുപോയി, ഒരു 3 ആഴ്ച മറന്നുപോയി. അപ്പം വേദന കൂടി. അപ്പം ഡോക്ടർ ഞാൻ തന്നെ പറഞ്ഞു വേദനയുടെ ഗുളിക എഴുതണ്ടെന്ന്. പിന്നെ വേദനയുടെ ഓയിൻമെൻറ്റ് ഞാൻ വാങ്ങിയിട്ടുമില്ല. അപ്പം ഞാൻ വീണ്ടും അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കും. ഈ മരുന്നിൻ്റെ പേരും ഞാൻ എഴുതിയ ഓയിൻമെൻറ്റിൻ്റെ പേരും വീണ്ടും വാട്സപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ചില ആൾക്കാർ എന്നോട് പറയും, വയറ് പുകച്ചിലിൻ്റെ മരുന്ന് നിർത്തിക്കോ ഡോക്ടർ, എനിക്ക് വയറ് പുകച്ചിലില്ലാന്ന്. അപ്പം ഞാൻ കൊടുത്ത മരുന്നിൻ്റെ കൂടെ ഇവർ വേറെ സ്പൈസി ഫുഡോ ഫാസ്റ്റ് ഫുഡോ ഒന്നും കഴിച്ചിട്ട് ഇവർക്ക് വയറ് പുകച്ചിൽ വരാൻ തുടങ്ങും, ഗ്യാസ്ട്രൈറ്റിസ് ആവും. അന്നേരം ഇവരെന്നെ വീണ്ടും വിളിക്കും. അല്ലെങ്കിൽ കുറച്ച് ഔട്ട്സ്കട്ടിലൊക്കെ ആണെങ്കിൽ ഇവർ വല്ലാതെ ബുദ്ധിമുട്ടും, ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. അപ്പം ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, ICMR DCGIക്ക് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ട്രയൽ ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കുന്ന മരുന്നിന് മാക്സിമം തെറാപ്പറ്റിക് എഫക്റ്റും ലീസ്റ്റ് ഓർ നിൽ സൈഡ് എഫക്റ്റുമാണ് ഉള്ളത്. അപ്പം ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാറേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് സന്ധിവാതം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റുമറ്റോളജിസ്റ്റിനെ കാണണം. എന്നെ കാണണമെങ്കിൽ നിങ്ങൾ അത്താവർ KMCക്ക് എതിർവശമുള്ള അമൃത സെൻറ്റർ ഫോർ റുമാറ്റിക് ഡിസീസിലേക്ക് വന്നാൽ മതി. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.